നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. 2026 ആരംഭിക്കുമ്പോൾ രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഒരു വലിയ വാർത്ത PM കിസാൻ 22ാം ഗഡുവാണ്. ഫെബ്രുവരി ബഡ്ജറ്റിൽ തുക വർദ്ധിക്കുമോ? KYC ഭൂമി രേഖകളിലെ പിഴവുകൾ കാരണം ഗഡു നഷ്ടപ്പെടുമോ? 2026 PM കിസാൻ ഗഡു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ ഗഡുക്കൾ എപ്പോഴാണ്? കേന്ദ്ര ബഡ്ജറ്റിലെ വലിയ പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും? KYC എങ്ങനെ പൂർത്തിയാക്കാം? ഭൂമിയുടെ ഉടമസ്ഥാവകാശ പരിശോധന എങ്ങനെയാണ്? ഗഡു വന്നോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ കഴിയും? കേന്ദ്ര സർക്കാർ ആരംഭിച്ച ചെറുകിട നാമമാത്ര കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുമെന്ന പദ്ധതി യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 2000 വീതം 3 ഗഡുക്കളായി നൽകുന്നു. ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴി പണം ലഭിക്കുന്നു. ഇടനിലക്കാർ ഉണ്ടാകില്ല, കമ്മീഷനും ഇല്ല. കർഷകന്റെ കയ്യിൽ നേരിട്ട് പണം എത്തുന്നു. 2026 ആദ്യ ഗഡു, അതായത് 22ാം ഗഡു ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മുൻഗഡു നവംബറിൽ വിതരണം ചെയ്തു. 4 മാസ ചക്രം പൂർത്തിയായി. അതിനാലാണ് ഫെബ്രുവരി പ്രതീക്ഷയാകുന്നത്. ഈ ഗഡുവിലൂടെ 2000 രൂപ കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് രാജ്യവ്യാപകമായി എത്തുന്നതാണ്. വിത്ത് വാങ്ങാനും വളം വാങ്ങാനും കൃഷിക്ക് ആവശ്യമായ ചെലവുകൾക്കായി ഈ തുക വലിയ സഹായമായേക്കും. PM കിസാൻ 2ാം ഗഡു ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ നിർണായകമായ സമയമാണ്. ഖാരിഫ് സീസൺ ആരംഭിക്കുന്നു. മഴക്കാല കൃഷിയും വിത്ത്, വളം, കീടനാശിനികൾ വാങ്ങാൻ കഴിയും. തൊഴിലാളി ചെലവും മഴക്കാലത്ത് കർഷകർ വയലിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന കാലമാണ്. അതിനാൽ ഈ ഗഡു കർഷകർക്ക് ജീവാധാരമായ പിന്തുണയാണ് നൽകുന്നത്. സർക്കാരിന്റെ ഷെഡ്യൂൾ പ്രകാരം ഈ തുകയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. 3ാം ഗഡു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇത് റാബി വിള സീസണിന്റെ തുടക്കമാണ്. ഉത്സവകാലവും കുടുംബ ചെലവുകൾ കൂടുന്ന സമയവുമാണ്. ഈ സമയത്ത് ലഭിക്കുന്ന 2000 കർഷക കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം PM കിസാൻ തുക വർദ്ധിപ്പിക്കുമോ എന്നതാണ്. നിലവിൽ വാർഷിക സഹായം 6000 രൂപയാണ്. കർഷകരുടെ ആവശ്യം 6000-ൽ നിന്ന് 8000 അല്ലെങ്കിൽ 9000 ആക്കണമെന്നാണ്. കർഷകരുടെ ആവശ്യപ്രകാരം തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു ഗഡുവായി 3000 വരെ ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക്. കാർഷിക ചെലവുകൾ, വളം വില, ഡീസൽ വില, തൊഴിലാളി ചെലവ് എല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വർധനവ് വലിയ ആശ്വാസമാകും. ഫെബ്രുവരിയിലെ കേന്ദ്ര ബഡ്ജറ്റിലാണ് തീരുമാനം രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കാത്തിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗഡു കിട്ടില്ല എന്നതാണ്. ആധാറുമായി ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകൾ പേയ്മെന്റ് അർഹമല്ല. KYC എങ്ങനെയാണ് ചെയ്യുക? അടുത്തുള്ള CSC സെന്ററിലോ സേവന കേന്ദ്രത്തിലോ ചെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. PM കിസാൻ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അതിലും ഔദ്യോഗിക വെബ്സൈറ്റിലും കയറി നിങ്ങൾക്ക് KYC പൂർത്തിയാക്കാവുന്നതാണ്. പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ചെറിയ വൈകിപ്പിക്കൽ പോലും നിങ്ങളുടെ ഗഡു പൂർണ്ണമായി തടയാൻ സാധ്യതയുണ്ട്. ഇത് പലർക്കും പ്രശ്നമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അടുത്തതായി, ബാങ്ക് അക്കൗണ്ട് മാത്രം മതിയല്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളും ശരിയായിരിക്കണം. റവന്യൂ രേഖ, ഭൂമി പാസ്ബുക്ക്, PM കിസാൻ പോർട്ടലിൽ ചെന്ന് പേര് കൃത്യമായി പൊരുത്തപ്പെടണം. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇടയാകും. പിഴവ് കണ്ടാൽ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ നിന്ന് വേഗം തന്നെ നിങ്ങളുടെ പിഴവുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ഗഡു വന്നോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ കഴിയും? PM കിസ് ഗഡു പരിശോധിക്കാനായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ആധാർ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകി ബെനിഫിഷ്യറി അല്ലെങ്കിൽ പേയ്മെന്റ് സ്റ്റാറ്റസ് വഴി നോക്കാവുന്നതാണ്. ക്രെഡിറ്റ്, പെൻഡിംഗ്, ഫെയിൽഡ് ഇത് മൂന്നും നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. PM കിസാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്ക് കടബാധ്യത കുറയ്ക്കാനും കാർഷിക ചെലവുകൾ നേരിടാനും ഇന്ത്യയുടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും നിർണായക പങ്കാണ് വഹിക്കുന്നത്. KYC പൂർത്തിയാക്കുക, ഭൂമി രേഖകൾ പരിശോധിക്കുക, ഗഡു സ്റ്റാറ്റസ് നിരന്തരം നോക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. നന്ദി.